വെൽക്കം ടു ഡേ 4. ഞാൻ ഇന്ന് സ്റ്റെയർ മാസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. 9 മിനിറ്റായി. നമുക്കിന്ന് പ്രോപ്പറായിട്ട് എങ്ങനെ സ്ക്വാട്ട് ചെയ്യാം, അതുപോലെ തന്നെ റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യാം എന്ന് നോക്കാം. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ മൊബിലിറ്റി കൂട്ടാനും ഷോൾഡറിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനുമുള്ള സ്ട്രെച്ചും നോക്കാം. ഇന്ന് ലെഗ് വർക്കൗട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വാമപ്പ് ആയിട്ട് ഇന്ന് 15 മിനിറ്റ്സേ സ്റ്റെയർ മാസ്റ്റർ ചെയ്യുന്നുള്ളൂ. ഷോൾഡറിന് 3 പാർട്ടാണുള്ളത്. അതായത് ഫ്രണ്ട് ഡെൽറ്റ്, സൈഡ് ഡെൽറ്റ്, ബാക്ക് ഡെൽറ്റ്, റയർ ഡെൽറ്റ്. അപ്പം ഇത് മൂന്നും കൂടെ ചേരുന്ന ആ ജോയിൻ്റാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ മെഷീൻ ഏറ്റവും താഴെ ഇട്ടിട്ടാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഈ താഴെ ഇട്ട് കഴിയുമ്പം ഇതിൻ്റെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ലെവലിൽ നമ്മുടെ ആ ഒരു ഈ ഒരു ലെവൽ വരെ കൊണ്ടുവരണം തന്നെ നല്ലപോലെ എഫേർട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കൈയുടെ ആ ഒരു ലെവലിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം ചെറിയൊരു ചരിവ് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രോപ്പർ വഴി കൊണ്ടുപോകാം. അതുപോലെ തന്നെ നേരെ തിരിഞ്ഞ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡർ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് പുഷ് ചെയ്യുന്നു. നോർമലി ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ പഠിക്കുന്ന സൈഡ് ഡെൽറ്റിനുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വർക്കൗട്ടും എന്നാൽ സെറ്റായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ലുക്ക് തരുന്നൊരു ബോഡി പാർട്ടാണ് ഷോൾഡർ. ഈ ഷോൾഡർ നമ്മുടെ ഇങ്ങനെ നോർമലി ഉള്ള ഷോൾഡർ നമ്മൾ ഇവിടെ ഒരു ഡെൽറ്റ് വരും, അതുപോലെ തന്നെ നമ്മുടെ റയർ ഡെൽറ്റ് വരും. അപ്പോൾ ഇങ്ങനെ ഈ 3 ഭാഗത്തും ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യുമ്പോൾ കാണാൻ ഒരു മസ്കുലാരിറ്റി ഫീൽ ചെയ്യും. പക്ഷെ അത് വരുത്താനാണെങ്കിൽ നല്ല പാടുണ്ട്. ഇത് 20 വെച്ച് 3 സെറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് ഡെൽറ്റിന് കളിക്കും. ഫ്രണ്ട് ഡെൽറ്റിന് കളിക്കുമ്പോൾ കുറച്ച് നമ്മൾ തന്നെ ഈ ഒരു ലെവലിൽ താത്താം. കാരണം നമ്മുടെ കൈ എവിടെയാണുള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതും ഇങ്ങനെ വന്ന് തൊക്കരുത്, അത് ഇഞ്ചുറി ആവും. ഷോൾഡർ വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു ബോഡി പാർട്ടാണ്. നമ്മൾ കുറച്ച് ബെൻഡ് ചെയ്ത് നിന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രഷർ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നേരെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ സ്ട്രെയിൻ കൈ കൊടുക്കേണ്ടി വരും. പക്ഷേ ചരിഞ്ഞാണെന്ന് വരും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതും 3 സെറ്റ് 20 റെപ്സ്. വെയിറ്റ് ഞാൻ 10 LB ആയിട്ടേക്കുന്നത്. ഷോൾഡറിൻ്റെ പതുക്കെ നല്ല സ്ട്രെങ്ത് ഒക്കെ കിട്ടിയിട്ട് മാത്രമേ ഹെവി വെയിറ്റ്സ് എടുക്കാവൂ. അപ്പോൾ നമ്മൾ സൈഡ് ഡെൽറ്റിന് കളിച്ചു, ഫ്രണ്ട് ഡെൽറ്റിന് കളിച്ചു. റിയർ ഡെൽറ്റ് നമുക്ക് അടുത്ത കളിക്കാം. ഇനി നമ്മൾ ഈ ഡമ്പലെ ചെയ്യുന്ന ഷോൾഡർ പ്രസ് ഈ പുള്ളിയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ, അത് നമുക്ക് സ്ട്രെങ്ത് എന്താണെന്ന് അറിയണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് ഇരുന്ന് ചെയ്യാം. ഇത് ഇരുന്ന് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഷോൾഡർ പ്രസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്രശ്നം ഇരുന്ന് ചെയ്യും. ഇതിനൊരു പൊസിഷൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ എൽബോസ് അകത്തേക്ക് ടച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ഡേ ഇത് ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു എവിടെയാണ് നല്ലപോലെ പിടുത്തം കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഈ വർക്കൗട്ടോടെ മനസ്സിലാവും. കൈ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ ഈ ഒരു പൊസിഷൻ എടുക്കണം. ഫ്രണ്ടിലേക്ക് എൽബോ ഒന്ന് ടച്ച് ചെയ്ത് വെക്കണം. ഇത് നമ്മുടെ 3 സൈഡിനും വേണ്ടിയിട്ടുള്ളതാണ് ഷോൾഡറിൻ്റെ. അതുപോലെ തന്നെ ഷോൾഡറിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഇത് 3 വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സ്ട്രെച്ചോടെ നോക്കിയിട്ട് ലെഗിലേക്ക് പോകും. ഞാൻ ഷോൾഡറിൻ്റെ ഒരു വർക്കൗട്ടോടെ കാണിച്ചു തരാമേ. ശരിക്കും പറഞ്ഞാൽ ഷോൾഡറിനെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇതുപോലൊരു ഇത് 7.5 LBയുടെ ഒരു 5 LBയുടെ 7 LBയുടെ അല്ലെങ്കിൽ ഒരു 10 LBയുടെ ഒരു 2 ഡമ്പൽ ഉണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ മസിലിൻ്റെ 3 വർക്കൗട്ടും നമുക്ക് ഡമ്പൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡമ്പലെ ഷോൾഡർ പ്രസ് ആണ്. ഇതിങ്ങനെ ഇത്രയും ചേർന്ന് ഇങ്ങനെ നിൽക്കില്ല. സാധാരണ ഇങ്ങനെ ആൾക്കാർ ചെയ്യും. ഇത് തെറ്റാണ് കേട്ടോ, ഇങ്ങനെ ചെയ്യരുത്. അതായത് നമ്മൾ ഈ എൽബോ ഒരു സൈഡിലേക്ക്, അതിനുശേഷം ഇതകത്തേക്ക്. വേറെ ഞാൻ ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞ വർക്കൗട്ട് എന്ന് പറയുന്നത് അതല്ലേ, ഈ ഒരു പൊസിഷൻ ഇരിക്കുമ്പം നമുക്ക് ഫ്രണ്ടിലോട്ടൊരു ഇച്ചിരി ഒരു ചരിവ് വരുത്താൻ ഈസി ആയിരിക്കും ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ഇരുന്നാൽ. അതുപോലെ തന്നെ ഡമ്പല് റിസ്റ്റ് ഒന്ന് ചെയ്യും, സൈഡിലേക്ക് ചെയ്യും. അങ്ങനെ ഫ്രണ്ട് ഡെൽറ്റിന് ഇറങ്ങി. പക്ഷേ ഇന്ന് നമ്മൾ ഈ 3 വർക്കൗട്ടും ചെയ്യുന്നത് ഷോൾഡർ പ്രസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഷോൾഡറിൻ്റെ ഒരു സ്ട്രെച്ച്, ഇത് ഷോൾഡർ ദിവസം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് മാത്രമല്ല, ഈ വർക്കൗട്ടൊന്നും ഇല്ലെന്ന് വരിക പോലും ഒരുപാട് സമയം ഷോൾഡർ അനക്കാതെ വെക്കുകയാണെന്ന് വരിക ഇത് ഒരു നല്ല സ്ട്രെച്ചാണ്. നമ്മൾ ഇതുപോലൊരു സ്ഥലത്ത് ഏകദേശം കാല് സെൻറ്ററിലാക്കി വെച്ചിട്ട് ഇരിക്കണം. അപ്പോൾ അതിനുശേഷം ഇതൊരു 90 ഡിഗ്രിയിൽ നമ്മൾ കൈ ആ ഒരു ലെവലിൽ വെക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കൈ വെച്ചേക്കുന്ന ലെവലിന് മേലോട്ട് നമ്മൾ ആദ്യമേ പോകരുത്. അതിൻ്റെ ബാക്കി വേണം കാല് വെക്കാൻ. അതിനുശേഷം നമ്മൾ ഒരു കാലെടുത്ത് വെച്ച് ഇങ്ങനൊരു 10 സെക്കൻഡ്സ് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കരുത്. ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഫീൽ ആവുന്നത് മനസ്സിലാവും. ഇപ്പോഴത്തെ സൈഡ് ഇവിടെ 90 ഡിഗ്രി ശ്രദ്ധിച്ചാൽ മതി.
ആദ്യം നിൽക്കുന്ന സമയത്ത് ഈ കൈ മുന്നോട്ട് പോകരുത്. അതിനുശേഷം നമ്മൾ നിൽക്കുന്ന സമയത്ത് മാത്രം ആണോ ഒരു 15 to 20 സെക്കൻഡ്സ് ചെറിയൊരു പ്രഷർ കൊടുക്കണം, പക്ഷേ ഒരുപാട് കൊടുക്കണ്ട. ഇപ്പം തന്നെ എൻ്റെ ഷോൾഡർ ഏകദേശം ഓപ്പൺ ആയ പോലെ ഒരു ഫീലായി. ഇന്നൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ലെഗിനൊരു വാമപ്പ് കൊടുക്കണം ഉറപ്പായിട്ടും. അതെന്ന് വെച്ചാൽ ഇല്ലെന്ന് നമുക്ക് ഭയങ്കര മസിൽ പെയിൻ ഉണ്ടാവും. എന്തായാലും ആദ്യത്തെ ഒരു മാസം ലെഗ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും പിന്നെ 2, 3, 4, 5 വർഷം കഴിഞ്ഞ് ചെയ്യുന്നവർക്കും ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും ലെഗ് ഒരാഴ്ച. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല വേദനയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ലെഗ്. അപ്പം നമുക്ക് 2 റേഞ്ച് ഓഫ് ഉണ്ട് നമ്മുടെ സ്ട്രെച്ചിങ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ലെഗിൽ വാമപ്പ് കൊടുക്കുമ്പോൾ അതെല്ലാം നമ്മുടെ മോശം രീതിയിലുള്ള വാമപ്പ് ആയിരിക്കും. കാരണം നമ്മൾ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് സ്ക്വാട്ട് ചെയ്യുന്നത്, പക്ഷേ ഇപ്പോഴും ഒരുവിധം ആർക്കും പ്രോപ്പറായിട്ട് സ്ക്വാട്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പം നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കറക്റ്റ് വന്നു നമ്മൾ ഷോൾഡർ ലെവലിൽ കാല് വെക്കുന്നു. അത് ഷോൾഡർ ലെവലിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ മൊത്തം നമ്മുടെ സെൻട്രൽ ലെഗിലായിപ്പോൾ. അപ്പം നമ്മൾ ഷോൾഡർ ലെവലിൽ കാല് വെക്കുന്നു. അതിനുശേഷം ഈ കൈ നമുക്ക് ഇങ്ങനെ പിടിച്ച് തന്നെ ശീലിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡംബൽസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കംഫർട്ട് പൊസിഷനാണ് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച്. സോ ഷോൾഡർ ലെവൽ അല്ലെങ്കിൽ ഷോൾഡറിനേക്കാൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട്. അതിനുശേഷം ഇതൊരു 30 ഡിഗ്രി ചരിച്ചുകൊണ്ട് ഈ 2 സൈഡിലോട്ടും പോകണം കാല്. ഒരിക്കലും കാല് ഇങ്ങനെ നേരെ പോകരുത്. അപ്പോഴും ടെൻഷൻ മുഴുവൻ സെൻട്രലിലേക്കാവും നമ്മുടെ ലെഗ് ഷിവർ ചെയ്യും. അപ്പം ഈ ഒരു രീതിയിൽ നിന്നതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മളൊരു ഇമാജിനറി ചെയറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കണം. കണ്ടോ, കാലിൻ്റെ നീസ് 2 സൈഡിലോട്ടും വേണം പോകാൻ, 2 സൈഡിലോട്ടും. ഇത് നിങ്ങൾ ജിമ്മിൽ വരുമ്പം നമ്മൾ സ്റ്റെയർ മാസ്റ്റർ കയറുന്നതിന് മുന്നേ വന്നിട്ട് ഒരു സ്ട്രെച്ചൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 20 വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ലെഗ് വർക്കൗട്ടാണ്. കാരണം ലെഗിൽ നിന്നാണ് നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാനും ലോസ് ആവാനുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലെഗ് നല്ലപോലെ ചെയ്യുന്നതോറും നമ്മുടെ ഓവറോൾ ബോഡിക്കുള്ള വർക്കൗട്ടായില്ല. ലെഗിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ടെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പോസ്റ്റർ കറക്ഷൻ. നമ്മൾ നിൽക്കുമ്പോഴുള്ള നമ്മുടെ പോസ്റ്റർ എങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം, എവിടെ കണ്ണാടി ഉണ്ടോ അവിടെ എല്ലാം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്ത് പോസ്റ്റർ കറക്ഷൻ ആക്കാൻ പറ്റുന്നതാണ്. ഇത് മുമ്പിലെത്തിയാൽ നമ്മൾ നോക്കണം. ഇപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി നടക്കുന്ന ഒരു രീതി. ഇത് പറയുന്നത് എല്ലാവരും ഇങ്ങനെയല്ല, പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഹൈറ്റൊക്കെ കുറവാകുമ്പോൾ ഒന്നെങ്കിൽ അവർ ഒരുമിച്ച് സംസാരിക്കുമ്പം ഇങ്ങനെ സംസാരിച്ച് പോകുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ഹൈറ്റ് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് നിൽക്കുന്നെങ്കിൽ നമുക്കൊരു എന്തോ പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഇച്ചിരി കുനിഞ്ഞ് നിൽക്കും അവരുടെ ഒരു ലെവലിൽ കിട്ടാൻ. എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ്. നമ്മൾ നേരെ നടന്നിരുന്ന ഒരാൾ ഒരു ചെറിയ രീതിയിൽ ബെൻഡ് വരാനുള്ള കാരണം ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണാടിയിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ ഇത്രയും ബെൻഡായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ നേരെ നിൽക്കുമല്ലോ കണ്ടോ കേട്ടോ. എൻ്റെ ഷോൾഡർ ഇല്ലേ, ഈ ഷോൾഡർ അങ്ങ് നേരെ ആക്കണം കേട്ടോ. ഷോൾഡർ നേരെ ആക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയി. അപ്പോൾ നമ്മൾ സ്ക്വാട്ട് ചെയ്തപ്പം ഒരു കാര്യം പറഞ്ഞത്, ഇത് കെറ്റിൽ ബോളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്വാട്ട് ചെയ്യുവാണെന്നുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ സ്ക്വാട്ട് പിടിച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ റിസ്റ്റിലേക്ക് ഒരുപാട് പ്രഷർ വരും. നമുക്ക് സ്ക്വാട്ടിൻ്റെ ആ ഒരു ഫീൽ നമ്മുടെ കാലിൽ നമുക്ക് മനസ്സിലാകത്തില്ല, കാലിൽ അത്രയും ടെൻഷൻ കിട്ടത്തില്ല. മാത്രമല്ല നമ്മൾ ഇൻ ഫ്യൂച്ചർ നമ്മളിത് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭാവിയിലേക്ക് ഒരു ഇത് വേണം. നമ്മളെന്തായാലും വെയിറ്റ് കൂട്ടും. അപ്പം ഇപ്പോഴത്തെ ഒരു കംഫർട്ട് പൊസിഷനിൽ നിന്നിട്ട് മാത്രം ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. നമുക്ക് ഏതാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ് വർക്കൗട്ട് ശരിയാവുന്നത്. നമുക്ക് ശരിക്കും ബോഡിക്ക് മസിലിന് ഒരു പിടുത്തം കിട്ടുന്നത്. അതല്ല എപ്പോഴാണോ നമ്മൾ ഒരു വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് എന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം, ആ വർക്കൗട്ടിൻ്റെ ഫോം നിങ്ങളുടെ ശരിയല്ല. എപ്പോഴാണോ ഫോം ശരിയാവില്ലാത്തത് അപ്പോഴാണ് നമ്മൾ കംഫർട്ട് പൊസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കൗട്ട് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഈസി, പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. അതിൽ നമ്മുടെ റിസ്റ്റ് ഒന്ന് തിരിക്കണം, ഷോൾഡർ ഒന്ന് തിരിച്ച് ഈ രീതി വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു പിടുത്തം. അപ്പം ഇതിങ്ങനെ പിടിക്കുക, നമുക്ക് സ്ക്വാട്ട് പൊസിഷനിൽ തന്നെ നിൽക്കാം. ഈ ഒരു പൊസിഷനിൽ അങ്ങനെ തന്നെ മാക്സിമം ഗ്ലൂട്ട്സിന് സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്താൽ നല്ലതാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം, വെയിറ്റ് കൂട്ടി കൊണ്ടുവരാം. ഇതാണ് കെറ്റിൽ ബോൾ. ഇത് വെച്ചിട്ട് റൊമാനിയൻ ഡെഡ് ലിഫ്റ്റിംഗ് ചെയ്യും കേട്ടോ. എൻ്റെ വീഡിയോ ഉണ്ട്, കാനഡയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറും വിളിക്കാറുണ്ട്. ഒരുപാട് താങ്ക്സ്. അപ്പം ഇന്ന് നമ്മുടെ Day 3 കഴിഞ്ഞു, നാളെ Day 4 ആണ്. നാളെ നമുക്ക് ബൈസെപ്സ് ചെയ്യാം. ഓക്കെ, അപ്പം ബൈ.